ഇന്നത്തെ ഈ ധർണാ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ NDAയുടെ നിലമ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, BJP ജില്ലാ പ്രസിഡന്റ് രശ്മിൽനാഥ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. നിലമ്പൂരിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണക്കാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടാവുന്നത്. CPM-മാർ പറയുന്നത് ഇതെല്ലാം മോദിയാണ് കാരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്, പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ്. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത്? ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട, കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല. അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട്. അത് പാർലമെന്റിൽ വനം വകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2023 നവംബറിലെ വനനിയമ ഭേദഗതിയിൽ വളരെ ആധികാരികമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ അത് നിയമമാക്കിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ LDF-കാര് സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടല്ലോ. വഴിക്കടവ് പഞ്ചായത്തിൽ LDF സമരത്തിന് ഇറങ്ങിയത് എന്തിനാണ്? പന്നിയെ വെടിവെച്ചു കൊന്നവർക്ക് 6 മാസമായ പൈസ കൊടുക്കുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രി എന്തിനാണ് ഈ കള്ളം പറഞ്ഞത്? പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമല്ലേ? രാഷ്ട്രീയ പ്രേരിതമായ നിലപാടല്ലേ? പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഇവിടുത്തെ വനം വകുപ്പിനുണ്ട്. ആ പന്നിയെ വെടിവെച്ചിട്ടതിന്റെ കാശ് വഴിക്കടവ് പഞ്ചായത്തുകാർ മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് LDF അവരുടെ സമരത്തിലാണ്. അപ്പോ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം പൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ? വനനിയമ ഭേദഗതി ഇവിടെ ആരും ചർച്ച ചെയ്യുന്നേയില്ല. 2023 നവംബർ മാസത്തിലെ വനനിയമ ഭേദഗതി, അത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയോര മേഖലയിലാകെ LDF-ഉം UDF-ഉം വലിയ സമരങ്ങൾ നടത്തി. മാസങ്ങളോളം സമരങ്ങൾ, വർഷങ്ങളോളം സമരങ്ങൾ നടന്നു. വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കേന്ദ്ര നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതായിരുന്നു. ബഫർ സോണിന്റെ വിഷയമായാലും CRZ-ന്റെ തീരപ്രദേശത്തുള്ള വിഷയമായാലും ഈ വിഷയങ്ങളെല്ലാം, അവിടെയുള്ള നിയമങ്ങളെല്ലാം കർശനമാക്കിയത് ആ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റാണ്, BJP ഗവൺമെന്റ് അല്ല. BJP ഗവൺമെന്റ് വനനിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ഇവിടെ സമരം നടന്നു. കോൺഗ്രസ്, കേരള കോൺഗ്രസ്, CPM, ബഹുമാന്യരായിട്ടുള്ള സഭാപിതാക്കന്മാര്, അങ്ങനെ എല്ലാവരും ഒരുമിച്ച്, ഇൻഫാം, ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലുണ്ടായി. നമ്മുടെ മാധ്യമങ്ങളെല്ലാം 25-30 തവണ അത് ചർച്ച ചെയ്തു. വനനിയമത്തിലെ പ്രശ്നങ്ങൾ, ബഫർ സോണിൽ കുടുങ്ങിയവരുടെ പ്രശ്നങ്ങൾ, വനത്തിനകപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ഇതിനിടയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യജീവികളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ,
ഈ സാരമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷെ 2023 നവംബറിൽ കേന്ദ്ര സർക്കാർ വന നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി ഇവിടെ ഒരു മാധ്യമത്തിലും ചർച്ചയായില്ല. ആ ഭേദഗതി ഇവിടുത്തെ ഒരു പാർട്ടിക്കാരും സമരം ചെയ്തവരാരും ചർച്ച ചെയ്തില്ല. ആ വന നിയമ ഭേദഗതി ആകമാനം മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് മാത്രമായിരുന്നു. അവർക്ക് പട്ടയം കൊടുത്ത് ഭൂമി വാങ്ങിയവരുടെ പട്ടയം സ്ഥിരപ്പെടുത്താൻ, വീട് വെച്ചവരുടെ, മറ്റ് പമ്പ് സ്ഥാപിച്ചവരുടെ, ഇതിനകത്ത് മറ്റ് നിർമ്മാണങ്ങൾ നടത്തിയവരുടെ, സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്തിയവരുടെ, ചെറിയ കടകൾ വെച്ചവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് 2023 വന നിയമ ഭേദഗതി. അത് ചർച്ച ചെയ്യാൻ UDF തയ്യാറായില്ല, അത് ചർച്ച ചെയ്യാൻ LDF തയ്യാറായില്ല, അത് ചർച്ച ചെയ്യാൻ സമരത്തിനിറങ്ങിയവരാരും തയ്യാറായില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം സംസ്ഥാന ഗവൺമെന്റിന് ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ്. തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയാണ്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ രാഷ്ട്രീയമായ ഒരു വിമർശനം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. കർണാടകത്തിലെ വനം വകുപ്പും തൊട്ടടുത്ത് കേരളത്തിലെ വനം വകുപ്പും നിങ്ങളത് നോക്കൂ. ഈ വനം വകുപ്പ്, കേരളത്തിലെ വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ചും അല്ലാതെ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് സൗകര്യമാണ് കേരളത്തിലെ വനം വകുപ്പ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്? മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനം എത്രമാത്രം പുതിയ നൂതന സൗകര്യങ്ങളുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയുമോ? AI ടെക്നോളജി വന്യമൃഗങ്ങളെ തുരത്താൻ ഈ മുളവടിയും ടോർച്ചും വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ പോകുന്നതിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പുതിയ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ തുരത്താൻ വെറും വെടിവെപ്പ് മാത്രമല്ല, വെറും ഇലക്ട്രിക് ലൈന് മാത്രമല്ല, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും, വനപ്രദേശങ്ങൾ നമ്മളെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോൾ പാവപ്പെട്ട വനപാലകർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ച് ലൈറ്റും കൊടുത്ത് നിങ്ങൾ ആനയെ പിടിക്കൂ, കരടിയെ പിടിക്കൂ, നിങ്ങൾ പന്നിയെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ എന്ത് പറയാനാണ്? ഇവിടെ ഇപ്പോ ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ, 15 വയസ്സുകാരൻ മരിച്ചത് ഒരു സ്വകാര്യ വ്യക്തി വൈദ്യുതി കമ്പി എടുത്ത് അവിടുന്ന് വൈദ്യുതി മോഷ്ടിച്ച് ഇയാൾ കമ്പി ഇട്ടത് കൊണ്ടാണ്. പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചെയ്യേണ്ടത് പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റുമാണ്. LDFും UDFുമാണ് ഉത്തരവാദി. ഇവിടെ കോൺഗ്രസിന്റെ കള്ളക്കളി നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം ഒരു ചോദ്യമായി ഉന്നയിച്ചിരുന്നല്ലോ. മലയോര കർഷകരുടെ, മലയോര ജനതയുടെ താല്പര്യങ്ങൾ ഞാൻ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചു പോയ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി നൽകിയ മറുപടി എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് അവർ പറയാത്തത്? ഞാൻ പ്രിയങ്ക ഗാന്ധിയോട്, ഞങ്ങൾ NDA പ്രിയങ്ക ഗാന്ധിയെ വെല്ലുവിളി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിവിടെ പ്രചാരണത്തിന് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വന്യജീവികളുമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നത്തിന് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് പാർലമെന്റിൽ പറഞ്ഞ മറുപടി മലയാളത്തിലാക്കി ഇവിടുത്തെ വോട്ടർമാർക്ക് കൊടുക്കുവോ? നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇവിടെ നിന്ന് വോട്ട് വാങ്ങി പോയിട്ട് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. നിങ്ങളുടെ ഇന്ത്യ മുന്നണി അന്ന് സംസ്ഥാന ഗവൺമെന്റിനെ പിന്തുണച്ചു. അന്ന് സംസ്ഥാനമാണ് അല്ല ഉത്തരവാദി, കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ പ്രചരണം നിങ്ങൾ നടത്തി. ആ ഇരട്ടത്താപ്പിനുള്ള തിരിച്ചടിയാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. യഥാർത്ഥ ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റും വനം വകുപ്പുമാണ്. ഇവിടെ ഒരു വനം മന്ത്രിയുണ്ട്. ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പാവം ശശീന്ദ്രൻ. ബാക്കിയുള്ള അയാൾ പറയുന്ന 5 ആണെന്നാണ്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയെ വെച്ച് ഈ കേരളത്തിൽ മലയോര ജനതയെ, വനപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ കൊല്ലാക്കൊല ചെയ്യുന്നത്? ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ?
എത്ര പേര് ആന ചവിട്ടി കൊന്നു, എത്ര പേരെ കടുവ പിടിച്ചു കൊന്നു, എത്ര പേരെ പുലി പിടിച്ചു, എത്ര പേരെ പന്നി കുത്തിക്കൊന്നു? നിങ്ങൾക്ക് എന്താ നടപടിയുള്ളത്? മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി ഞാനിത് പ്രധാനമന്ത്രിയോട് ഉന്നയിക്കുമെന്ന് പറഞ്ഞു. ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു പത്രത്തിലും. ദേശാഭിമാനി നേരെ അറിയിക്കുന്ന പത്രമാണല്ലോ. ആ പത്രത്തിലും പ്രധാനമന്ത്രിയെ കണ്ട് പന്നിയെ വെടിവെക്കാനുള്ള ലൈസൻസ് തരണമെന്ന് പറഞ്ഞതായിട്ട് ഒരു അരവരി വാർത്ത പോലുമില്ല. അപ്പം മലയോര ജനതയെ വഞ്ചിക്കുകയാണ് LDF, മലയോര ജനതയെ വഞ്ചിക്കുകയാണ് UDF. ശരിയായ നിലപാട് എടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, വനനിയമ ഭേദഗതിയിലൂടെ അതിന്റെ പ്രയോജനം സംസ്ഥാന ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് കൊടുത്തു. വനനിയമ ഭേദഗതിയുടെ പ്രയോജനം ഒന്നും കിട്ടാത്ത സംസ്ഥാനം കേരളമാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ കർഷകർക്ക്, മലയോര ജനതയ്ക്ക് കേന്ദ്ര നിയമ ഭേദഗതിയുടെ ഒരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഉത്തരവാദി പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അതിനുവേണ്ടി സമരം ചെയ്യാൻ ഇവിടെ UDF ഇല്ല. ആ സത്യമെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ ഇവിടെ UDF ഇല്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. LDF UDF എന്ന് പറയുന്നത് IND മുന്നണിയാണ്. അവർ ഈ കാര്യത്തിൽ കേന്ദ്രത്തെ പരിചാരി അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ, മലയോര ജനത കൂടുതലുള്ള നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ സ്ഥാനാർത്ഥി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അധിക നേരം സംസാരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വനനിയമത്തിലും നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടി വരണം. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ മോഹൻ ജോർജ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കുക മാത്രമാണ് ശരിയായ പരിഹാരം ഈ പ്രശ്നത്തിലുള്ള പോംവഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യായ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രേട്ടനെ ക്ഷണിക്കുന്നു.